പ്രിയ പ്രിയ സോനമറിൽ പോണ്ടേ? തറപ്പൊന്നുമില്ല, ചെറിയ പോലെ ഉള്ളൂ. എനിക്ക് എന്താ പറഞ്ഞ ചേച്ചി? ആഹാ ഒന്ന് പതപ്പൊന്ന് എനിക്ക് ഒന്ന്. അപ്പോൾ ഞങ്ങൾ കാശ്മീർ ഞങ്ങളുടെ യാത്രയിൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് സോനമർഗിലോട്ടാണ് കേട്ടോ. അവിടെ ഇപ്പോൾ അത്യാവശ്യം സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കറൻ്റ്ലി സോനമർഗ് എങ്ങനെയുണ്ട് അവിടെ അതിൻ്റെ എല്ലാം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഷിക്കാര റൈഡിൻ്റെ തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്ന നമ്മൾ അക്ബർ ഹോട്ടൽ എന്നൊക്കെ പറയും, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ഒരു കോട്ടേജിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഷിക്കാര റൈഡിലൊക്കെ പോകുന്ന ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടാണ് കേട്ടോ, ഇവിടെയും ആ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ. അപ്പോൾ ഇതാണ് ശ്രീനഗറിൻ്റെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ഈ ഒരു ഷിക്കാര റൈഡിനൊക്കെ കൊണ്ടുപോകുന്നത്. ഈ പാഞ്ഞു ഓടിച്ച് പോകുന്നത് എവിടെയാണെന്നല്ലേ, ഞങ്ങളുടെ ക്യാബ് അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. സോനമർഗിൽ പോകാനുള്ള ഞങ്ങളുടെ ക്യാബ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ പോകുന്ന ഒരു സ്പോട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഈ ഒരു വഴി കൂടാണ് പോകേണ്ടതെന്ന് മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു വഴിയേ കണ്ടിട്ടില്ല. ഭയങ്കര രസമാണ് കേട്ടോ ഇതുവഴിയുള്ള ആ ഒരു വിഷ്വൽസ് ഒക്കെ. ഇവരുടെ ഒരു കുഞ്ഞു കുഞ്ഞു കോട്ടേജസ്, കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെയാണ് കേട്ടോ ഇത്. ഈ ഒരു പാലമൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് ഷിക്കാര റൈഡിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഒരു 1 hour ട്രിപ്പിനൊക്കെ അവരിങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ആലപ്പുഴ നമ്മുടെ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകത്തില്ലേ, അപ്പോൾ അതുപോലെ ഇവരുടെ ആ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഷിക്കാര റൈഡാണ്. അപ്പം ഇതിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളെ ആ ഒരു ഇതുവഴി ഈ ഒരു സ്പോട്ടിലൂടെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകും അവർ. ശ്രീനഗറിൽ നമ്മുടെ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല, പക്ഷേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോണൊന്ന് പിടിക്കാനും ടച്ച് ചെയ്യാനും ഒക്കെയാണ് ഈ കയ്യിലെ ഗ്ലൗസ് ഊരി വെച്ചിരിക്കുന്നത്. പക്ഷേ ഗ്ലൗസ് ഊരി വെച്ചിട്ട് ഭയങ്കര തണുപ്പാണ്, കൈയൊക്കെ കണ്ട. പക്ഷെ നല്ല വിഷ്വലാണ് കേട്ടോ ഇവിടുത്തെ, കണ്ട ഭയങ്കര സൂപ്പറായിട്ടുള്ള വിഷ്വലാണേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എസ്റ്റർഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ശ്രീനഗറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഈവനിങ്ങിലൊരു സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫസ്റ്റ് വ്ലോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ അത് വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഹലോ, അപ്പോൾ ഞങ്ങൾ സോനമർഗിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലോഗ് ചെയ്യാന്ന് വിളിച്ചോണ്ട് വന്നാ ഇത് കണ്ട താഴത്ത് നിൽക്കുന്നില്ല, ഇതിനെ കൊണ്ടിങ്ങനെ നടപ്പാണ്. നമ്മൾ ഇവിടുന്ന് സോനമർഗിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ണർ ഉണ്ട്, RB ട്രാവൽസ് എന്ന് പറയും. RB ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റയിൽ അവരുടെ അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതൊക്കെ ഇത് ചെയ്തിട്ടേക്കാം, മെൻഷൻ ചെയ്തിട്ടേക്കാം. RB ട്രാവൽസ് ആണ് നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സ്. അപ്പോൾ അവർ വഴിയാണ് നമ്മളിപ്പം ശ്രീനഗറിൽ നിന്ന്, ഇപ്പോൾ ശ്രീനഗറിലായിരുന്നു ഞങ്ങൾ, ഇപ്പോൾ ശ്രീനഗറിലാണ്. ഇവിടെ നമ്മൾ സോനമർഗ് അങ്ങനെ ഒരു 4 ദിവസം 5 ദിവസത്തെ പാക്കേജസാണ് വരുന്നത്. ഒരുപാട് ഡിഫറെൻറ്റ് പാക്കേജസ് അവരുടെയിലുണ്ട്. ഇത് മാത്രമല്ല, കാശ്മീർ ട്രിപ്പിൻ്റെ മാത്രമല്ല, ഒരുപാട് വേറെ ഇപ്പോൾ ലക്ഷദ്വീപ് അങ്ങനെ കുറേ കുളു പാക്കേജ് വരുന്നുണ്ട്. കുളു മണാലി പാക്കേജസ് ഒക്കെ അവിടെ വരും. അപ്പം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചാനലിൽ പറയുന്നതായിരിക്കും. ഇതേ നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ സോനമർഗിലോട്ട് പോകുന്നത്. ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ. ഓടി ബാഗോടെ വെച്ചു. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ സ്ഥിരം ഡ്രൈവർ അവിടെ ഉണ്ട്, ഡ്രോപ്പ് ചെയ്ത് ആ വണ്ടി കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബാഗ് പോയി കാര്യം. പിന്നെ അവരോട് പറഞ്ഞാൽ ഓടി വെച്ചപ്പോൾ പോലീസായിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എൻ്റെ ID ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് ബസ്സുകാരോട് പറഞ്ഞു ഞാൻ ബസ്സിൽ അടുത്ത ദിവസത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ ജമ്മുവിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ബാഗ് ഞാൻ ഒരുമിച്ചെത്തി. അതിനകത്ത് ഈ ഫുൾ എക്യുപ്മെൻറ്റ്സ് ഇരുന്നത്, ഈ പറഞ്ഞ ട്രൈപോഡും ഇവിടെ മൈക്കും ഒക്കെ അതിനകത്തായിരുന്നു. കുറച്ച് നേരത്തേക്ക് എൻ്റെ ലാപ്ടോപ്പും ഉണ്ട്. ആ റൂം സേഫ് അല്ലേ? നമ്മുടെ റൂം സേഫ് അല്ലേ? അവിടെ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് വന്നത്. ഇത് കഴിഞ്ഞ വാട്ടർ സീസൺ എന്ന് പറയുമ്പോൾ മഞ്ഞൊന്നും ഇല്ലാതെ ഫുള്ള് മലയാളികൾ മാത്രമേ കരുത്തുള്ളൂ. നമ്മൾ മഞ്ഞ കാണാൻ വേണ്ടി നോർത്താർ ഇപ്പോൾ അവിടെ ഉണ്ട്. നോർത്താരും ഉള്ളു. ഇപ്പോൾ നമുക്ക് ഇവിടെ എൻക്വയറി ഒരുപാട് ഇത് ഹൗസ് ബോട്ടിലൊക്കെ നമുക്ക് ഞാൻ ഇവന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ എൻക്വയറീസ് വരും. ഹായ്, ഇപ്പം ഞങ്ങൾ സോനമർഗിലോട്ട് പോവാണ് കേട്ടോ. ഇതിപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ ഒരു സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതോറും ഭയങ്കര റേറ്റാണ്, ഫുഡിനൊക്കെ ഭയങ്കര റേറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കും. നമ്മള് കൃഷ്ണ ധാബ എന്നൊരു ധാബയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. ഫുഡ് എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നൂഡിൽസും എന്തെങ്കിലും ചായയോ ഒക്കെ കുടിക്കാൻ. ചായയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ. തനുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തനുവിനെ എല്ലാ ട്രിപ്പിനും കൊണ്ടുപോകും കേട്ടോ. അപ്പം ഈ ഒരു ട്രിപ്പിന് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അവിടെ തണുപ്പല്ലേ, അപ്പോൾ അത് കൊണ്ടുപോകുന്ന റിസ്ക് അല്ലേ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ കാണിച്ചൊരു അബദ്ധം എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മേടിച്ച് അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കാശ്മീരിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ഇപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിന് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതായിരുന്നു കൂടുതൽ യൂസ് ചെയ്യേണ്ടായിരുന്നത്. നമുക്കിപ്പോൾ സോനമാർഗിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ ഒരുപാട് ടൈം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അവർക്ക് ഭയങ്കര തണുപ്പായി പോയി. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കാശ്മീരിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അതിനായിട്ടുള്ള സോക്സും അതുപോലെ അതിനായിട്ടുള്ള കുറേ മെറ്റീരിയൽസ് അവരുടെ തന്നെ ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കണം നിങ്ങൾ ഇട്ടുകൊണ്ട് കൊണ്ടുവരുന്നത്. ഞങ്ങൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തന്നെ ഇട്ടാലും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയ സ്ഥലങ്ങളിൽ പിന്നീട് അവർക്ക് അത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് ശ്രീനഗറിൽ നിന്ന് അതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഇല്ലേ നമ്മൾ ഇവിടുത്തെ പ്ലേറ്റ് കണ്ടായി, നമ്മൾ ഈ അവിടെ നമ്മുടെ കേരള നമ്മുടെ അവിടെയൊക്കെ വേസ്റ്റൊക്കെ അല്ലേ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ചായപ്രാന്ത് കയറി കേട്ടോ. അത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമോ, അയ്യോ ഞാൻ തരാം അതെ കണ്ടോ ചായ, ഇത് ചൂട് ചായയാണേ. ഇവിടെ പോകുന്നത് അതിപ്പോൾ കുടിക്കുന്ന കണ്ടോണേ. തന്നെ കുടിച്ചേ. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണെങ്കിൽ ചൂട് ചായ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. ഇത് ചായയെ കുടിക്കാറില്ല, പാലാ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കുന്നുണ്ട്. തന്നെ ഇഷ്ടപ്പെട്ട ചായ ഇപ്പം എത്രാമത്തെ ചായയാ? 3 ചായ. അറിയാം എത്ര ചായ കുടിച്ചത്? 3 ചായ കുടിച്ച്. 3ാമത്തെ ചായ കേട്ടോ ഇത് കുടിക്കുന്നത്. ഇഷ്ടപ്പെട്ടാ? നമ്മളെങ്ങോട്ടാ പോണേ? മഞ്ഞ. നമ്മളിവിടെ സോനമർഗ്. ഞാനും പറയുന്നത് ശരിയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. സോനമർഗിലോട്ടാണോ പോണേ? അവിടെ എന്താ സ്നോഫാൾ കാണാനാണോ? സ്നോയി പോണ്ടേ? എന്നിട്ട് വീട്ടിൽ പോവാ. അപ്പൊ നമുക്ക് വേറെ എവിടെ പോണ്ടേ? അങ്ങനെ ഞങ്ങൾ സോനമർഗിൽ എത്തി കേട്ടോ. ഞങ്ങൾ വിചാരിക്കാത്തത്ര തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും തണുപ്പത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ തനുവിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴേ നമ്മൾ ഓരോ പാക്കേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ സ്ലിപ്പാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകം കുട്ടികൾക്ക് കാണില്ല, അതിൻ്റെ ഒരു പ്രത്യേക ഒരു ബ്ലാക്ക് ഷൂ പോലത്തെ ഇത് നമുക്ക് തരും. ഇല്ലെങ്കിൽ അവിടെ നടക്കുമ്പോൾ നമുക്ക് സ്ലിപ്പാവും. അപ്പോൾ അവിടെ ഒട്ടും നടക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ പാക്കേജസ് അവർ ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് തരും കേട്ടോ. മീൻസ് ഇപ്പം നമുക്കിപ്പോൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ടോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ഒരു വണ്ടിയിൽ, ഒരു ബൈക്ക് പോലെയുള്ള ഒരു വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്കേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാനും തനുവും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോപ്പിൽ നമ്മളെ അവിടെ കൊണ്ട് എത്തിച്ച് നമുക്ക് അവരെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് തരും. അപ്പം തനു ഭയങ്കര അലമ്പായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവിടുത്തെ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസും ഒക്കെ നമ്മളൊരു സ്വർഗത്തിൽ ചെന്നൊരു ഫീല് നമുക്ക് കിട്ടും. അത്ര അടിപൊളിയാണ് നമുക്ക് ആ മുകളിലോട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ. പിന്നെ നല്ല രീതിയിൽ സ്നോഫോളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം മഞ്ഞിലൊക്കെ കളിച്ചു കേട്ടോ. മഞ്ഞൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ത്വര എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ ആ മഞ്ഞിലൊക്കെ കളിച്ച് കയ്യിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ മഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പം മഞ്ഞ് കളിച്ചൊക്കെ ക്ഷീണിച്ച് നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആകെ കിട്ടുന്ന ഈ ഒരു നൂഡിൽസാണ്. അപ്പോൾ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടായിരുന്നു കേട്ടോ നൂഡിൽസ്. പക്ഷേ ഇത്രയും തണുപ്പത്ത് അത് കഴിക്കുമ്പോൾ അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ നൂഡിൽസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതുപോലെ നൂഡിൽസും ചായയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. कश्मीरी शॉल हम कारीगर लोग बनाता भेजता हैंडमेड रिवर सुबह നിങ്ങൾ അടുത്ത് നിന്നോ? पश्मीना पश्मीना जिसमें ഇത് पश्मीना കാശ്മീരിലെ ഹാൻഡ് ഐറ്റം ആണ്. हैंडमेड ഇവിടുന്ന് ഇങ്ങോട്ട് ഐറ്റങ്ങൾ നമുക്ക് കാശ്മീർ നാട്ടിൽ നല്ല വിലയാണ്. ഇവിടെ നമുക്ക് ഭായ്, അത്യാവശ്യം ഷാൾ ബാർഗെയിൻ നല്ല റേറ്റ് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് സോനമർഗാണ്. ഇത് സോനംബാഗ് सोनमर्ग സോനംബാഗിൽ നിന്ന് स्नोफॉल शॉल मैन्युफैक्चर पीपल ഒരു മാനുഫാക്ചർ പീപ്പിൾ ആണ്. അപ്പോൾ ഇവരുടെ നിന്നാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് നല്ല റേറ്റ് മേടിക്കാൻ പറ്റും. ബാർഗെയിൻ ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സോനംബാഗിൽ. നല്ല ക്ലൈമറ്റ്, നല്ല മഞ്ഞുവീഴ്ച. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇത് സൈഡാണ്. ഈ ആളാണ് ഞങ്ങൾക്ക് പാക്കേജസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തത്. RB ട്രാവലേഴ്സ് ആണ്. പുള്ളിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി സൈഡ് പറയുന്നതായിരിക്കും പാക്കേജസ് ഒക്കെ. 5 ഡേയ്സ് പാക്കേജ് ആണ് നമ്മൾ നിലവിൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് വേണം, നിങ്ങൾക്ക് ലീവൊക്കെ കുറവാണെങ്കിൽ അത് 2 ഡേയ്സ് 3 ഡേയ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യും. 365 ദിവസവും നമ്മുടെ പാക്കേജ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇവർ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതെ അതെ. ഇപ്പൊ നല്ല അഷോട്ട് വരാം. നമ്മൾ മലയാളീസ് ആണ്. ഇവിടെ വന്നാൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്, നമ്മുടെ ട്രാവൽ ഓക്കെയാണ്, എല്ലാ സഹായം. റൂമും കാര്യങ്ങളും ഒക്കെ നല്ല കിഡിലനാണ്. പിന്നെ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ളിടത്തും നമുക്ക് എങ്ങനെ വേണേലും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്കും കമൻറ്റും അല്ലെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അതാണ് നിങ്ങളുടെ ആ ഒരു കമൻറ്റിനും ലൈക്കിനും സബ്സ്ക്രൈബിനും ഒക്കെയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റ ബൈ ബൈ.